ബാത്റൂം കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലണം. വുളു എടുത്ത് പുറത്ത് കിടക്കുമ്പോൾ, ബാത്റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഉള്ള ദിക്ർ അങ്ങനെ. അപ്പോൾ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ദിക്ർ ചൊല്ലരുത്. ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ വുളു എടുക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് പുറത്തങ്ങനെ പൈപ്പൊന്നും സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യുക, ബാത്റൂമിൽ നിന്ന് വുളു എടുക്കുന്നു, ദിക്റൊക്കെ മനസ്സിൽ ചെല്ലുക. ദുആ വുളു കഴിഞ്ഞതിന് ശേഷമുള്ള ദുആക്ക് എന്ത് ചെയ്യുക, പുറത്ത് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് കാൽമുട്ടിന്റെ ദൃശ്യധാരണ തോർത്തുമുണ്ടിട്ടുകൊണ്ട് വുളു എടുത്താൽ ശരിയാവും. വുളു എടുക്കണമെങ്കിൽ ശരീരം മറക്കൽ അല്ലെങ്കിൽ ഔറത്ത് മറക്കൽ വുളുവിന് ഷർത്തല്ല. ഒരാള് ഒരു വസ്ത്രം ഇല്ലാതെ ഒരാൾ വുളു എടുത്തെന്ന് വിചാരിക്കുക, വുളു സ്വഹീഹാണ്, പക്ഷേ അത് കറാഹത്താണ്, അത് ചെയ്യാതിരിക്കാനാണ് നല്ലത്. ഒരാൾ അങ്ങനെ. അപ്പോ ഈ ഫ്ലൈറ്റിലെ നിസ്കാരത്തെ കുറിച്ചൊന്നും പറയാനുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഖിബിലയുടെ നിർബന്ധമല്ല. സുന്നത്ത് നിസ്കാരം രാത്രി പോകുന്ന ഫ്ലൈറ്റാണ്, എന്ത് ചെയ്യുക, നമ്മൾ വുളു ഉണ്ട്, സുന്നത്ത് നിസ്കരിക്കാം. ഫർള് നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഖിബില അല്ലാഹു അക്ബർ എന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖിബില കിട്ടിക്കഴിഞ്ഞാൽ, അപ്പൊ ഫ്ലൈറ്റിലൊക്കെ നമ്മുടെ എക്സ്പ്രസ് ഒന്നും അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ഖിബില കാണിച്ചു തരും അല്ലെ, ഖിബിലിന്റെ ഡയറക്ഷൻ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് നമുക്ക് കിട്ടി. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ വളരെ പ്രയാസമാണ് ഖിബില കിട്ടാൻ, നമ്മൾ നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്, അതുകൊണ്ട് പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീറ്റൊക്കെ മറിച്ചിട്ട് ബാക്ക് കാക്കേണ്ടി വരും, അന്ന് നടക്കൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ഖിബില കിട്ടൽ നിർബന്ധമാണ്. ഏത് ഫർള് നിസ്കാരം മടക്കാതെ നിസ്കരിക്കണമെങ്കിൽ. അപ്പൊ ഖിബില കിട്ടുന്നില്ല, പക്ഷേ സുബൈന്റെ നേരായിട്ടുണ്ട്, സുബൈ നിസ്കാരം സമയമായിട്ടുണ്ട്, നിസ്കരിക്കാൻ പോവാണ്, ഖിബില എങ്ങോട്ടാന്ന് അറിയുന്നില്ല, ഒരു കുഴപ്പമില്ല, ഇരുന്ന ഇരുത്തത്തിൽ എന്ത് ചെയ്യാ, നിസ്കരിക്കുക, സീറ്റിലിരിക്കുക, എന്നിട്ട് അല്ലാഹു അക്ബർ ഫാത്തിഹ ഓതുക, ഇരുന്നിട്ട് നിസ്കരിക്കാൻ അറിയാലോ, ബിസ്മില്ലാഹ്. കുട്ടികളൊക്കെ കരയുണ്ടല്ലോ. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കണേ വളരെ എളുപ്പമാണ്. നമ്മൾ അടുത്തുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. പ്രത്യേകിച്ച് മുമ്പിലൊക്കെ വല്ല സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കുത്തി ബാക്കിലൊക്കെ എന്തൊരു അടങ്ങാറായിരിക്കുന്നവരെ, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് ഒതു കൊടുക്കുന്ന സമയത്ത് തൈമം ചെയ്യണമല്ലോ. ബാത്റൂമിൽ പോകാൻ പറ്റില്ലെന്നില്ല, നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ബാത്റൂമിൽ ഒതു കൊടുക്കാനുള്ള സൗകര്യമില്ല, എന്തെങ്കിലും അവിടെയൊക്കെ തട്ടിമുട്ടി ആ വെള്ളമൊന്നും നമുക്ക് ഒതു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, തൈമം ചെയ്യാം. തൈമത്തിന് മണ്ണ് വേണോ? ഷാഫി മദ്ഹബ് പ്രകാരം മണ്ണ് വേണം. പക്ഷേ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ശരീഅത്തിന്റെ ഭാഗമാണ് അതൊക്കെ. അതെടുത്തിട്ട് മാ അലാ വജ്ഹിൽ അർളി, അള്ളാഹിന്റെ ഭൂമിയിൽ എന്തുണ്ടോ അതുകൊണ്ടൊക്കെ തൈമം ചെയ്യാൻ പറ്റും. നിസ്കാരത്തിന്റെ സമയത്ത് ആ നിസ്കാരം ഖളാ ആകുന്നതിന്റെ മുമ്പ് അത് നിസ്കരിക്കണം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മടക്കി നിസ്കരിക്കാൻ പോണ നിസ്കാരം. അപ്പൊ ഞാൻ പറയണം കേട്ടോ, അത് മടക്കി നിസ്കരിക്കേണ്ടി വരും. ഖിബില കിട്ടുന്നില്ലല്ലോ, ഖിബില കിട്ടുന്നില്ല, അതുകൊണ്ട്. പക്ഷേ നിസ്കരിക്കണം. സമയം കണക്കാക്കേണ്ടത്, നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യാണ് ഇവിടുന്ന് ഒരു 3.25 മണിക്കൂർ സമയം. യാത്രയുടെ പകുതി ആകുന്നത് വരെ, യാത്രയുടെ പകുതി വരെ അബുദാബിയിലെ ടൈമിംഗ് ആണ്. നമ്മൾ എവിടുന്ന് പുറപ്പെട്ടു ആ നാട്ടിലിപ്പോ നിസ്കാരം ഏതാണോ അതാണ് നിസ്കരിക്കേണ്ടത്. പകുതി കഴിഞ്ഞാൽ, യാത്രയുടെ പകുതി സമയം കഴിഞ്ഞാൽ, ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ, 1.25 മണിക്കൂറായി കഴിഞ്ഞാൽ നാട്ടിലിപ്പോ നിസ്കരിക്കാൻ നേരായിട്ടുണ്ടോ, നാട്ടിലിപ്പോ നോമ്പുറക്കാൻ നേരായോ, നാട്ടിലിപ്പോ അത്താഴം കഴിയാൻ നേരായോ, അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. സമയം പകുതിയും നോക്കേണ്ടത്. അതല്ല, ചില GPS സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു 18 hours യാത്ര പോവാണ്, ഇവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് യാത്ര പോവാണ്, 10-18 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ ഏത് ലാൻഡിലൂടെ കടന്നു പോകുന്നത്, എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോ. അപ്പോ ഏകദേശം ഓസ്ട്രേലിയ ക്രോസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ദുഹറിന്റെ സമയമായിട്ടുണ്ടോ, നമുക്കിപ്പോൾ ഈ നിസ്കാരത്തിന്റെ സമയങ്ങളൊക്കെ ആപ്പുകൾ ഉണ്ടല്ലോ. അത് അള്ളാഹു ഈ ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യാൻ സൗകര്യം ചെയ്തപ്പോൾ ഈ ടെക്നോളജി ഒക്കെ ഇവിടേക്ക് വികസിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏത് രാജ്യത്തിന്റെ മുകളിലാണോ അവിടുത്തെ നിസ്കാര സമയം നമ്മുടെ കയ്യിലുണ്ടോ, മൊബൈലിൽ നോക്കുക ഉണ്ടോ, എന്നാ പിന്നെ അവിടെ ദുഹറാണോ, എന്നാ ഞാൻ ദുഹർ നിസ്കരിക്കാം. അതൊന്നും അറിയുന്നില്ലെങ്കിൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ നിസ്കാരത്തിന്റെ സമയം കയ്യിൽ കൊണ്ടുപോകണം. എവിടേക്കാണ് ഞാൻ പോകുന്നത്? ഇപ്പൊ ചൈനയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ടാവും ബിസിനസ്സുകാർ. ചൈനയിലെ നിസ്കാര സമയത്തിന്റെ ഒരു ടേബിൾ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, എങ്ങോട്ടോ ഹോങ്കോങ്ങിലൊക്കെ എവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുക, അവിടുത്തെ ആ സിറ്റി നിസ്കാരത്തിന്റെ സമയം ടേബിൾ കണ്ടെത്തുക. യാത്രയുടെ പകുതി കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷന്റെ സമയം, യാത്രയുടെ പകുതി വരെ നമ്മൾ എവിടെ നിന്നാണോ പോർട്ട് ഓഫ് ബോർഡിങ്, നമ്മൾ എവിടെ നിന്നാണോ ബോർഡ് ചെയ്തത് അവിടുത്തെ സ്ഥലം. ഇനി തൈമം ചെയ്ത് നിസ്കരിക്കാൻ പോവാണ്. തൈമം ചെയ്യാന്ന് പറഞ്ഞാൽ 2 അടിയാണ്. അടി മെല്ലെ, ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ആ സ്ക്രീനിൽ കുട്ടികൾ കുത്തിയുണ്ടാവും, ഇടങ്ങേറ്. ബാക്കിലെ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ എന്തൊരു ഇടങ്ങേറാന്നറിയോ, കുത്തിയിട്ട് അവർ ഓരോ പ്രോഗ്രാം സെലക്ട് ചെയ്യായിരിക്കും, തലക്ക് കുത്തണ പോലെ തോന്നുക. അപ്പൊ നമ്മൾ തൈമം ചെയ്യുന്നത് മുമ്പിലുള്ള ആൾ പോലും അറിയരുത്, വളരെ മെല്ലെ ചെയ്യാവൂ കേട്ടോ. എന്ത് ചെയ്യുക, സീറ്റിലിരിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈ കൊണ്ട് നമ്മുടെ തൊട്ട് മുമ്പത്തെ സീറ്റിന്റെ ബാക്ക് ഭാഗം, അത് സ്ക്രീൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ കവർ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടേബിൾ ആയിരിക്കും, ട്രേ ടേബിൾ, ഫുഡിന് എന്തോ ആയിക്കോട്ടെ, മെല്ലെ തട്ടുക, തടവി. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി തൈമം ചെയ്യുന്നു, ഫർള് നിസ്കരിക്കാൻ വേണ്ടി തൈമം ചെയ്യുന്നു, നിയ്യത്ത് ചെയ്യുന്നു, കൈ കൊണ്ട് തടവി, എന്ത് ചെയ്യുക, നേരെ മുഖം തടവുക. ഒന്ന് കഴിഞ്ഞു. രണ്ടാമതൊരു കൈ കൂടെ ഒന്നുകൂടെ അവിടെ തട്ടുക. ഒന്ന് കൈമ പൊടി ഒന്നും ഉണ്ടാവില്ല, കൈ കൊണ്ട് തൈമം ചെയ്യാണ്. ഇടത്തെ കൈ കൊണ്ട് ആദ്യം വലത്തെ കൈ മുട്ട് വരെ എന്ത് ചെയ്യുക, ഒന്നിങ്ങ തടവുക, പിന്നെ വലത്തെ കൈ കൊണ്ട് മുട്ട് വരെ തടവുക. കുപ്പായൊക്കെ മുന്തിക്കണം കേട്ടാ.
അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തൈമം കഴിഞ്ഞു, നിസ്കരിക്കുകയാണ്, അല്ലാഹു അക്ബർ, ഫാത്തിഹ ഓതുക, റുക്കൂ പോവാണ്, അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സുജൂദ് പോവാണ്, ഒന്നും കൂടെ കുനിയ, അല്ലാഹു അക്ബർ, ഇരിക്കുക, സുജൂദിന്റെ ഇടയിൽ ഇരുത്തം, രണ്ടാമത്തെ സുജൂദ്, അല്ലാഹു അക്ബർ, എഴുന്നേറ്റ് നിൽക്കുകയാണ്. സങ്കല്പിക്കുക സീറ്റ് ബെൽറ്റൊക്കെ ഇരിക്കണേ. ആ സീറ്റ് ബെൽറ്റൊക്കെ ഊരിയിട്ട് മുസല്ല വെച്ച് നിസ്കരിക്കണ ആൾക്കാർ അങ്ങനെയൊന്നും ആവേശം കാട്ടണ്ട. അങ്ങനെ ചെയ്യരുത്. കാരണം അവിടുത്തെ അതിന്റെ ഫ്ലൈറ്റിന്റെ റൂൾസ് ഒക്കെ നമ്മൾ പാലിച്ചേ പറ്റൂ. നമ്മളൊരു ബാർബേറിയൻസ് ആണെന്ന് മനുഷ്യന്മാർ വിചാരിക്കരുത്. ഇസ്ലാമൊക്കെ എന്തൊരു മനോഹരമാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഫ്ലൈറ്റ് മുഴുവൻ നനച്ചിട്ട് പോരൊന്നും വേണ്ട. എന്ത് ചെയ്യുക, തൈമം ചെയ്തേക്ക്, അവിടെ ഒളു ചെയ്യാൻ സൗകര്യമില്ല, തൈമം ചെയ്തേക്ക്, എന്നിട്ട് നമ്മൾ നിസ്കരിച്ച് സലാം വിട്ടുന്നു. അൽഹംദുലില്ല. ഇനി സുന്നത്ത് എത്ര നിസ്കരിക്കുക, തൈമം കൊണ്ട് ഫർദ് ഒന്നേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ തൈമം ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വീട്ടിലൊക്കെ എത്തി റാഹത്തായി, ഇന്നലത്തെ സുബൈ ഖിബ്ല കിട്ടിയിട്ടില്ലല്ലോ, ഞാനത് മടക്കി നിസ്കരിക്കുകയാണ്, ആ 2 റക്അത്ത് മടക്കി നിസ്കരിക്കുക, അല്ലെങ്കിൽ ളുഹർ ഒരു അസർ ഏതാണോ മടക്കാനുള്ളത് അത് മടക്കി നിസ്കരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിസ്കാരം നടക്കാതെ പോകരുത്. സുബൈന്റെ സമയമായി നമ്മൾ നിസ്കരിച്ചിട്ടില്ല, അങ്ങനെ ആവരുത്. ഒരാൾ ഉറങ്ങിപ്പോയി അറിയാതെ, അള്ളാഹു പുറത്തു തരും. പക്ഷെ എന്ത് നമ്മൾ എന്ത് ചെയ്യുക, ഉണരാൻ വേണ്ടി ശ്രമിക്കണം, ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കും വേണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين مالك الملوك ആയ തമ്പുരാനെ, ഞങ്ങളുടെ വിചാരണയും ഞങ്ങളുടെ ഹിസാബും നീ എളുപ്പമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നാളെ ഞങ്ങൾ ഖബറിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലാഹുവേ ഇൻകാനത്ത് ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഒരു അട്ടഹാസമാ റബ്ബേ ഞങ്ങൾ കേൾക്കുന്നത്. അല്ലാഹുവേ, ആ നേരത്തെ പേടിയില്ലാതെ എഴുന്നേൽക്കാൻ തൗഫീക്ക് തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഭാര്യ സന്തതികൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ഞങ്ങളെല്ലാവരെയും അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കനവിലായി, നിന്റെ റഹ്മത്തിന്റെ ആ ഒരു കനഫിലായി അല്ലാഹുവേ അർശിന്റെ തണലിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് ഞങ്ങളുടെ അമലുകളെ കൊണ്ട്, ഏതെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നാളെ നീ രക്ഷ നൽകണേ പടച്ചവനെ. നിന്റെ അദാബുകളിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹു. ഞങ്ങളുടെ മനസ്സ് അല്ലാഹുവേ നിന്നിലേക്ക് മടങ്ങുന്നവരാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സന്മാർഗവും ഹിദായത്തും ഉറപ്പിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പ് താ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകൾ നീ ഇവിടെ മറച്ചു വെച്ച പോലെ നാളെ പരലോകത്ത് മറക്കണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മറക്കണേ പടച്ചവനെ. ഒരാളുടെയും തെറ്റുകുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞ് ഫളീഹത്താക്കുന്ന അവസ്ഥ ഞങ്ങൾക്കും വരാതെ കാക്കണേ തമ്പുരാനെ. റഹ്മായ റബ്ബേ, നീ ഞങ്ങളെ നാളെ മറച്ചു വെക്കണം റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളുടെ കരുണ കാണിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഈമാൻ നീ പൂർത്തിയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ കർമ്മങ്ങളും വാക്കുകളും പ്രവൃത്തികളും നന്നാക്കി തരണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകുക റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, അവർക്കൊക്കെ ശിഫ കൊടുക്കുക റബ്ബേ. ഒരുപാട് രോഗികൾ പ്രയാസത്തിലാണ് റബ്ബേ. മരുന്ന് കുടിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് ശിഫയുണ്ടല്ലോ റബ്ബേ. നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഈ സദസ്സിൽ ഇരിക്കുന്ന രോഗികളായ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ നിമിഷം നീ ശിഫാഇനെ വിധിക്കണം തമ്പുരാനെ. നീ ശിഫാഇനെ വിധിക്കണം റബ്ബേ. ശിഫാഇനെ വിധിക്കണേ റബ്ബേ. നമ്മൾ പ്രത്യേകം ദുആ ചെയ്ത സഹോദരന് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇഞ്ചക്ഷൻ ചെയ്തിട്ടും അല്ലാഹുവേ ഡോക്ടർമാർ പോലും പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞുവിടുന്നത്. അല്ലാഹുവേ, അവർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. അതൊരു കണ്ണേറോ ഒരു സിഹറോ ഒരു മാരണമോ എന്താണ് അവിടെ സംഭവിച്ചത്, അയാൾക്ക് ആ ചെറുപ്പകാലത്ത് നടന്നതെന്തോ അല്ലാഹുവേ അതിന്റെ എല്ലാ ഫിത്നകളും അവരുടെ ശരീരത്തിൽ നിന്ന് നീക്കി കൊടുക്കണേ പടച്ചവനെ. ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ തമ്പുരാനെ. ശരീരം കുഴഞ്ഞു പോകുന്ന വളരെ പ്രയാസമുള്ള അസുഖത്തിനവർക്ക് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. റഹ്മായ റബ്ബേ, ഞങ്ങളുടെ മക്കൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞ കൊച്ചുമക്കളുടെ വിഷയങ്ങളൊക്കെ അല്ലാഹു അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ ദുആരക്കാൻ അപേക്ഷിച്ചവരും അപേക്ഷിക്കാത്തവരും അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റബ്ബേ. നമ്മുടെ കടങ്ങൾ വീട്ടി തരണേ റബ്ബേ. അല്ലാഹു, ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന ജോലിക്കാരുണ്ട് റബ്ബേ. അവർക്കൊക്കെ അവരുടെ അർഹമായത് വളരെ പെട്ടെന്ന് നീ അവർക്ക് തിരിച്ചേൽപ്പിക്കണം തമ്പുരാനെ. കച്ചവടക്കാർ കിട്ടാനുള്ള സംഖ്യകൾ കിട്ടാതെ വളരെ പ്രയാസത്തിലായി, കച്ചവടം വളരെ ബുദ്ധിമുട്ടിലായി പോകുന്നുണ്ട് റബ്ബേ. അല്ലാഹു, ഇവർക്കൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. അവരുടെ ഹക്കുകൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് നീ തോന്നിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരുടെയും നഷ്ടമായത് തിരിച്ചു കിട്ടാനുള്ള വഴി നീ എളുപ്പമാക്കണേ റബ്ബേ. റഹ്മായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലിയും കച്ചവടവും നീ ഖൈറിലും സന്തോഷത്തിലുമാക്കി തരണേ റബ്ബേ. നിന്റെ പൊരുത്തത്തിനാക്കി തരണേ റബ്ബേ. നിനക്ക് ഇഷ്ടമുള്ള ജോലിയും കച്ചവടം തരണേ പടച്ചവനെ. നിനക്ക് പൊരുത്തമില്ലാത്ത ഹറാമിന്റെ ഒരു ഫിൽസ് പോലും ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. അത് ഞങ്ങളുടെ സമ്പത്തിനും സമ്പാദ്യത്തിനും വരാതെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഏതെല്ലാം ജോലിയിലേക്കോ കച്ചവടത്തിലേക്കോ വീടുണ്ടാക്കാനോ കച്ചവട
പ്രസ്താവന എന്തുണ്ടാക്കാൻ ഞങ്ങൾ മുന്നിട്ട് വരുന്നുണ്ടോ, മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ, നിയത്ത് ചെയ്തിട്ടുണ്ടോ, ആ വിഷയങ്ങളൊക്കെ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ, റാഹത്തിനാക്കി തരണേ പടച്ചവനെ. ഇവിടെയും നാട്ടിലുമുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവരെയും നീ രക്ഷിക്കണം തമ്പുരാനെ, കാവലിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, മോശപ്പെട്ട മരണങ്ങളിൽ ചെന്ന് പെടാതെ കാക്കണേ റബ്ബേ, തിന്മകളിൽ ചെന്ന് ചടാതെ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ആഫിയത്തും സലാമത്തും ദാ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഇരട്ട കുഞ്ഞുങ്ങളുടെ സഹോദരി പ്രസവ സംബന്ധമായ ചില ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെന്ന് ഡോക്ടർമാർ പറയേണ്ട, അല്ലാഹു എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ, സലാമത്തിനാക്കി കൊടുക്കണേ പടച്ചവനെ, സലാമത്തിനാക്കി കൊടുക്കണേ പടച്ചവനെ. ഗർഭിണിയായ മറ്റൊരു സഹോദരി ബ്ലീഡിങ്ങും പ്രയാസമൊക്കെ വന്ന് ബുദ്ധിമുട്ടില്ലാന്ന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ സലാമത്ത് കൊടുക്ക റബ്ബേ, സലാമത്ത് നൽകണേ തമ്പുരാനെ. കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ, പ്രയാസങ്ങളില്ലാതാക്കി കൊടുക്കണേ പടച്ചവനെ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാർക്ക് യോജിച്ച ഇണകളെ നീ നൽകണേ റബ്ബേ. ഈ സദസ്സിലുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞുള്ള കല്യാണങ്ങൾക്കൊക്കെ അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. കുടുംബങ്ങൾ തമ്മിൽ മാനസികമായി അടുപ്പത്തിലാക്കണേ റബ്ബേ. വിവാഹം കഴിഞ്ഞവർ വർഷങ്ങളായി കുഞ്ഞുങ്ങളുണ്ടാവാൻ കൊതിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാ റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തരണേ റബ്ബേ. ഞങ്ങൾ പഠിക്കുന്നവരുണ്ട്, ഈ സദസ്സിൽ പഠിക്കുന്ന മക്കളുണ്ട് അല്ലാഹു, അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തിന്മയിലേക്ക് വഴിതെറ്റിപ്പോകാതെ കാവൽ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ നാട്ടിൽ ഇവിടെക്കുള്ള മക്കൾ, പ്രായപൂർത്തിയെത്തിയ ആൺമക്കളും പെൺമക്കളും തിന്മയിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകാതെ നീ കാക്കണേ റബ്ബേ. ഇസ്ലാം വിട്ട് ഓടുന്ന അവസ്ഥ വരാതെ കാക്കണേ റബ്ബേ. പിശാച് തലയിൽ കയറി നടക്കുന്ന അവസ്ഥ ഇല്ലാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ അപകടങ്ങളും ഞങ്ങളെ യാത്രയിലും അല്ലാത്തപ്പോഴും നീ കാക്കണം തമ്പുരാനെ. അല്ലാഹുവേ, 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 നിന്റെ ദീനിന് വേണ്ടി ആരെല്ലാം ഇവിടെ അധ്വാനിക്കുന്നുണ്ട് അവർക്കൊക്കെ നീ പ്രതിഫലം, ഏറ്റവും നല്ല പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ. അല്ലാഹു, ദീനിന്റെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കണേ തമ്പുരാനെ. നിന്റെ ഖത്മുൽ ഖുർആനും ഖുർആന്റെ ഒരു UAE തല മത്സരം നടക്കുന്ന റബ്ബെ, 60-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയ ഖുർആൻ പാരായണ മത്സരം റബ്ബെ, അതിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, അവിടുത്തെ ഉസ്താദുമാരായ ജഡ്ജിമാർ, അതിന്റെ സംഘാടകർ, എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. റഹീമായ റബ്ബേ, ഏതെല്ലാം സൽക്കർമ്മങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും സെന്റർ നടത്തുന്നുണ്ടോ അതിലൊക്കെ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്ന ഞങ്ങളുടെ സമ്പാദ്യം ഒരൽപ്പം സ്വതക്ക കൊടുക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അങ്ങനെ എല്ലാ മുസീബത്തും തട്ടി നീക്കി തരണേ തമ്പുരാനെ. മാതാപിതാക്കളെ ഉപകാരം ചെയ്യാനും കുടുംബ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനും കുടുംബ ബന്ധം ചേർക്കാനും എല്ലാവർക്കും സന്തോഷത്തിലായി ജീവിക്കാനും നീ എപ്പോഴും തൗഫീക്ക് തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ ജീവിക്കുന്ന സെക്കൻഡും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അന്തസ്സിലെ റാഹത്തില് അല്ലാഹുവേ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നീ നൽകണം തമ്പുരാനെ. നാളത്തെ ഞങ്ങളുടെ ഖബറും നാളത്തെ മഹ്ശറയും വിചാരണയും സ്വർഗവും അല്ലാഹുവേ, ഇതെല്ലാം ഞങ്ങളുടെ ആഗ്രഹമാണ് റബ്ബേ, എളുപ്പമാക്കി തരണം തമ്പുരാനെ. അവിടെ വെച്ച് നിന്നെ കാണാനുള്ള മഹാഭാഗ്യം തരണേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.